1990s 2000 ഇടയ്ക്കുള്ള കാലം ടി വി എസ്, ബജാജ്, ഹീറോ ഹോണ്ട പോലെയുള്ള ബ്രാൻഡുകൾ നമ്മുടെ ഇന്ത്യൻ ടൂ വീലർ ഇൻഡസ്ട്രിയെ ഭരിച്ചിരുന്ന സമയം. ഈ സമയത്തെ മാർക്കറ്റിനെ പോലും വിശേഷിപ്പിച്ചിരുന്നത് ഹൈപ്പർ കോമ്പറ്റീവ് റെഡ് ഓഷൻ എന്നാണ്. വിച്ച് മീൻസ് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് ഡിമാൻഡിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി. ഈ പറഞ്ഞ ബ്രാൻഡുകളെല്ലാം ഫ്യൂവൽ എഫിഷ്യൻസി, ലോവർ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ്, ചീപ്പ് പ്രൈസിംഗ് പോലെയുള്ള ക്രൈറ്റീരിയാസ് വെച്ച് പരസ്പരം ഫൈറ്റ് ചെയ്യുമ്പോഴും അവയോട് മല്ലടിച്ച് ജയിക്കാൻ സാധിക്കാതെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തു പോയിരുന്ന ഒരു ബ്രാൻഡുണ്ട്, റോയൽ എൻഫീൽഡ്. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. ഈ സമയത്താണ് സിദ്ധാർത്ഥ് ലാൽ എന്ന് പറയുന്ന വ്യക്തി റോയൽ എൻഫീൽഡിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നത്. ബിഫോർ സ്റ്റാർട്ടിങ് എനിത്തിങ്, ദേ ആസ്ക്ഡ് എ ബ്ലൂ ഓഷൻ ക്വസ്റ്റ്യൻ: വാട്ട് ഇഫ് എ മോട്ടോർ സൈക്കിൾ ഈസൻ ജസ്റ്റ് എ ടൂൾ ടു ഗെറ്റ് വർക്ക് ബട്ട് ആൻ എക്സ്പ്രഷൻ ഓഫ് ഹൂ യു ആർ? ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട് ഒരു ബ്രാൻഡ് പേഴ്സണാലിറ്റിക്ക് തന്നെ അവിടെ രൂപം കൊടുക്കുകയായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് സെല്ലിംഗ് ട്രാൻസ്പോർട്ടേഷൻ, they started selling adventure, brotherhood, and a rugged lifestyle. Thus, by stepping out of the utility-driven red ocean, they dominated a highly competitive blue ocean. Which means, market പഴയത് തന്നെ, പക്ഷേ they created new demand. ഇതിനെയാണ് ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. So, for such interesting videos, follow ചെയ്യാൻ മറക്കണ്ട.